ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS +2 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 10 ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി, അല്ലാണ്ട് വലിച്ചുവാരി ഒന്നും പഠിക്കേണ്ട, ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഡിവിഡൻഡ്. ഈ ഡിവിഡൻഡ് എന്താണെന്ന് വെച്ചാൽ ഓരോ ഓർഗനൈസേഷനിലും 100 ഷെയർസ് കാണും. ഒരു ഓർഗനൈസേഷനിൽ 100 ഷെയർസ് കാണും. ഈ ഷെയർസൊക്കെ കയ്യിൽ വെച്ച ആളുകളെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. ഈ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ മാസം തോറും നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കും. ഇതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പം ഓർഗനൈസേഷനിൽ ഷെയർസൊക്കെ വാങ്ങിച്ച ആളുകൾക്ക് നമ്മൾ മാസം തോറും ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിൽ നിന്ന് 1% കൊടുക്കും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡിവിഡൻഡ് എന്ന് പറയുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ല, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകളെ പറ്റിയിട്ടും അതിനെ സംരക്ഷിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയും. ഒന്നുമില്ല, ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ഫിനാൻസ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന മാനേജ്മെൻറ്റാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് ഒന്നുമില്ല, നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് ഇനി നമുക്ക് എത്രത്തോളം പുതിയ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പ്ലാനുകൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്ലാനുകളെല്ലാം ശരിയാണോ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, ഭാവിയിൽ പുതിയ പ്ലാനുകൾ നമുക്ക് എങ്ങനെ ആസൂത്രണം ചെയ്യാം എന്നൊക്കെ ഒന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു ഏരിയ. അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫിക്സഡ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്നത്. എന്തൊക്കെയാണ്? ഒരു ബിസിനസ്സിൻ്റെ പ്രകൃതം, ബിസിനസ്സിൻ്റെ വലിപ്പം, ഉൽപ്പാദന പ്രക്രിയ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഫിക്സഡ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്നത്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ട്രേഡ് ഇക്വിറ്റി. അപ്പോൾ ഇതിൽ നമ്മൾ കടപ്പത്രങ്ങളും പ്രിഫറൻഷ്യൽ ഷെയർസ് എന്താണെന്നും കടപ്പത്രങ്ങൾ എന്തോന്നാണെന്നും ഇക്വിറ്റി ഷെയർസ് എന്തോന്നാണെന്നും പ്രീവിയസ് ഇയർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കാത്ത ആളുകൾ പഠിച്ചിട്ട് വേണം ഇതിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഷെയർസ് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അവരുടെ വരുമാനം കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കടപ്പത്രങ്ങൾ വിൽക്കുകയും അതേപോലെ തന്നെ പ്രിഫറൻഷ്യൽ ഓഹരിയൊക്കെ എന്താണ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഓർഗനൈസേഷനിലകത്തുള്ള ഇക്വിറ്റി മൂലധനത്തിൻ്റെ വരുമാനം നമ്മൾ ഉയർത്താണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ട്രേഡിംഗ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ പ്രിഫറൻഷ്യൽ ഷെയർസ് എന്താണെന്നും കടപ്പത്രങ്ങൾ എന്താണെന്നും ഒക്കെ നേരത്തെ അറിയാമെങ്കിൽ മാത്രമേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അത് അറിയാത്ത ആളുകൾ ഒന്ന് പോയി പഠിക്കാനായിട്ട് നോക്കുക. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അതിൻ്റെ ഒബ്ജക്റ്റീവ്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്തോന്നാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഈ മുമ്പോട്ടുള്ള പ്ലാനിങ്ങും ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നു. മാത്രമല്ല നമ്മൾ നേരത്തെ ചെയ്ത പ്ലാൻ നല്ല രീതിയിലാണോ പോണേന്നും കൂടി നമ്മൾ നോക്കും, എന്നിട്ടായിരിക്കും പ്ലാൻ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലൊരു പ്ലാനാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് ഗ്രോത്ത് ഉണ്ടാവും. മാത്രമല്ല ഓർഗനൈസേഷനിൽ സമയവും ചിലവും ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും, നഷ്ടമൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഓർഗനൈസേഷൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള റിസോഴ്സസ് ആരൊക്കെയാണ്? മെറ്റീരിയൽ, മണി, മിഷൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത് നമ്മൾ നോക്കാനായിട്ടുള്ളത് എന്താണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് പഠിച്ചു വെക്കണം. 2 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ essay ആയിട്ടും ചോദിക്കാം. മേജർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഈ മണി മാർക്കറ്റ് എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്തോന്നാണെന്ന് നമ്മൾ പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്ത ആളുകൾ നമ്മുടെ പ്ലേലിസ്റ്റ് കയറി കണ്ട് അത് പഠിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്. ഒന്നാമത് വരുന്നത് കാൾ മണി. കാൾ മണി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കേന്ദ്ര ബാങ്ക് ഉണ്ടല്ലോ, കേന്ദ്ര ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരം ബാങ്കുകളിൽ പൈസ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ബാങ്കിൽ ഇന്നത്തെ ട്രാൻസാക്ഷന് വേണ്ട കാശില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പൈസ അപ്പുറത്തെ ബാങ്കിൽ നിന്ന് നമ്മൾ കടം കൊടുക്കും. ഇത് ഒരു ദിവസം തൊട്ട് 14 ദിവസം ഇതിനുള്ളിൽ നിങ്ങളെ പൈസ ഞങ്ങൾ തിരിച്ചു തരാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പൈസ കടം വാങ്ങിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കാൾ മണി എന്ന് പറയുന്നത്. അപ്പം ഒരു ബാങ്കിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, അപ്പോൾ ട്രാൻസാക്ഷൻസ് നടന്നേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ബാങ്കിൻ്റെ അടുത്ത് നമ്മൾ കടം ചോദിക്കും. ഒരു ദിവസം തൊട്ട് 14 ദിവസം വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങളുടെ കടം നമ്മൾ തിരിച്ചടയ്ക്കാം എന്നുള്ള വാക്കിലായിരിക്കും ചോദിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു പോയിൻ്റാണ് എന്താണ് ട്രഷറി ബില്ല്. ട്രഷറി ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ
RBIയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കടം വാങ്ങിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രഷറി ബില്ലെന്ന് പറയുന്നത്. മനസ്സിലായി? ഇത് കുറച്ച് നാളത്തേക്ക് ഹ്രസ്വകാല വായ്പയായിരിക്കും. ഒരു 14 ദിവസം തൊട്ട് 364 ദിവസം വരെ ആയിരിക്കും. നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസ കടം വാങ്ങിക്കുന്നത്. അടുത്ത് വരുന്നത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇതെന്ന് വെച്ചാൽ ഒരു 15 ദിവസം തൊട്ട് 1 വർഷം വരെയാണ് കാലാവധി. 15 ദിവസം തൊട്ട് 1 വർഷം വരെയാണ് എന്തിൻ്റെ, ഈ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിൻ്റെയൊക്കെ കാലാവധി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികളുണ്ടല്ലോ, കമ്പനികൾ അവരുടെ ഈ പ്രവർത്തന മൂലധനത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഡെയിലി കുറേ ടാസ്കുകൾ കാണത്തില്ല, ഡെയിലി പൈസ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് അവർ സെറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് CD. CD എന്ന് വെച്ചാൽ എന്താണ്, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്മാൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ വാണിജ്യ ബാങ്കുകളുണ്ടല്ലോ, അപ്പം വാണിജ്യ ബാങ്കുകൾക്ക് എന്താണ് ഹ്രസ്വകാല രീതിയിൽ വായ്പാ കാര്യങ്ങളെല്ലാം പ്രാധാന്യം ചെയ്യുന്ന ഒരു സംഭവമാണ് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ അത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. നോക്കി വെച്ചേക്കിയ പിള്ളേരെ, ഇതും കിടിലൻ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, പുതിയ ഓഹരികളും അതേപോലെ തന്നെ പുതിയ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം പ്രൈമറി മാർക്കറ്റിലുള്ള സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഈ പ്രൈമറി മാർക്കറ്റിലെ ഏജൻറ്റ്മാർ ആരൊക്കെ, അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ മെയിനായിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്, ധനകാര്യ സ്ഥാപനങ്ങളൊക്കെയാണ് പ്രൈമറി മാർക്കറ്റിൻ്റെ അകത്ത് വരുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഇവർ തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മാത്രം നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. ഇതിലുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി വിപുലമായിട്ട് നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഗൈഡും കൂടി ഒന്ന് റെഫർ ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് സെബി. സെബി എന്ന് വെച്ചാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇത് 1991 നിലവിൽ വന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഈ ഒരു സെക്യൂരിറ്റി എക്സ്ചേഞ്ച് അല്ല, അതായത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് സെബി. ഈ സെബി വഴി നമ്മൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നിക്ഷേപിക്കത്തില്ല, ഈ നിക്ഷേപകർക്ക് കറക്റ്റ് രീതിയിൽ അവർ നിക്ഷേപിക്കുന്ന പൈസയ്ക്ക് എന്താ സെക്യൂരിറ്റി കൊടുക്കുക, അതായത് അതൊന്നും പോവാണ്ട് കറക്റ്റ് രീതിയിൽ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല എന്താണ്, നിക്ഷേപകർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകുക, അവർക്ക് കറക്റ്റ് രീതിയിൽ നല്ല രീതിയിൽ നിക്ഷേപിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുക. അങ്ങനെ കുറേ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സെബിയുടെ ഭാഗത്തു നിന്നുള്ളത്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് NSE എന്ന് വെച്ചാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും 1999 നിലവിൽ വന്നതാണ്. ഇത് നമ്മുടെ നെറ്റ്വർക്ക് ത്രൂ കമ്പ്യൂട്ടറും നെറ്റ്വർക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റിയൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയാണ് വരുന്നത്. നമുക്ക് അങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ സംവിധാനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു 11 ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം.